ഹരി ശ്രീ ഗണപതേ നമ. വിഘ്നമസ്തു. ഓം ഗും ഗുരുഭ്യോ നമ. സം സരസ്വതി നമഃ. പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗംഗാഞ്ജനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീം ദാഹനം പശ്ചാദ്രാവണകുംഭകർണനിധനം ഏതസ്വരാമായണം സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേശ്വരവിസ്വരൂപം പൗപ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീരാമം സരസീരുഹാശമമലം ദുർവാങ്കുരശ്യാമളം വിദ്യുൽകോടി നിഭപ്രഭാംബരധരം വീരാസനാധിഷ്ഠിതം വാമാങ്കോപരി സംസ്ഥിതാം ജനകജാമാലിംഗ്യതാം ബാഹുനാം തത്വം ചാപരപാണിനാ മുനിഗണാനാജ്ഞാപയന്തം ഭജേ. കാളാംബോദര കാന്തികാന്തമനിശം വീരാസനാദ്യാസിനം മുദ്രാം ജ്ഞാനമയീം ദദാനമപരം ഹസ്താംബുജം ജാനുനി സീതാം പാർശ്വഗതാം സരോരുഹരാം വിദ്യുന്നിഭാം രാഘവം വശ്യന്തം മകുടാംഗദാദിവിവിധാ കൽപ്പോജ്വലാംഗം ഭജേ. ശ്രീരാമം രത്നകിരീടകുണ്ടലധരം കേയൂരഹാരാന്വിതം സീതാലങ്കൃതവാമഭാഗമമലം സിംഹാസനസ്ഥം പ്രഭും സുഗ്രീവാദിസമസ്തവാനരഗണൈ സംസേവ്യമാനം സദാ വിശ്വാമിത്രപരാശരാദിമുനിഭിः സംസ്തൂയമാനം ഭജേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ അധ്യാത്മരാമായണം കിഷ്കിന്ധാകാന്ഡം തുടർച്ച. സമ്പാദിവാക്യം. അപ്പോൾ മഹേന്ദ്രാചലേന്ദ്ര ഗുഹാന്തരാൽ ക്ഷിപ്രം പുറത്തു പൊതുക്കെ പുറപ്പെട്ടു വൃദ്ധനായുള്ളൊരു ഹൃദ്വപ്രവരനും പൃഥ്വീധര പ്രവരോത്തുംഗരൂപനായി ദൃഷ്ട്വാ പരക്ക കിടക്കും കവികളെ തുഷ്ട്യാ പറഞ്ഞിതു ഹൃത്വകുലാധിപൻ. പക്ഷമില്ലാതോരെനിക്കു ദൈവം ബഹുഭക്ഷണം തന്നതു ഭാഗ്യമല്ലോ. ബലാൽ മുമ്പിൽ പ്രാണഹാനി വരുന്നതു സംപ്രീതി പൂണ്ടു ഭക്ഷിക്കാമനുദിനം. ഹൃദ്വവാക്യം കേട്ടു മർക്കടൗഹം പരിഹ്രസ്തനായ അന്യോന്യമാശു ചൊല്ലിടിനാൻ. അദ്രീന്ദ്രതുല്യനായോരു ഹൃദ്വാധിപൻ സത്വരം കൊത്തി വിഴുങ്ങുമെല്ലാരെയും. നിഷ്ഫലം നാം മരിച്ചിടുമാറായിതു കൽപ്പിതമാർക്കും തടുക്കരുതേതുമേ. നമ്മാലൊരു കാര്യവും കൃതമായില്ല, കർമ്മദോഷങ്ങൾ പറയാവതെന്തഹോ. രാമകാര്യത്തെയും സാധിച്ചതില്ല നാം, സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ. വ്യർത്ഥം ഇവനാൽ മരിക്കുന്നു വന്നതും എത്രയും പാപികളാക തന്നെ വയം. നിർമ്മലനായ ധർമാത്മാ ജടായുധൻ നന്മയോത്തോളം പറയാവതല്ലോ. വർണ്ണിപ്പതിന്നു പണിയുണ്ടവനുടെ പുണ്യമോർത്താൽ മറ്റൊരുത്തർക്കു കിട്ടുമോ. ശ്രീരാമകാര്യാർത്ഥമാശു മരിച്ചവൻ ചേരുമാറായിതു രാമപാദാംബുജേ. പക്ഷിയെന്നാകിലും മോക്ഷം ലഭിച്ചിതു പക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം. വാനരഭാഷിതം കേട്ടു സമ്പാദിയും
മാനസാനന്ദം കലർന്നു ചോദിച്ചിതു. കർണപീയൂഷ സമാനമാം വാക്കുകൾ ചൊന്നതാരിന്നു ജടായുവെന്നിങ്ങനെ. നിങ്ങൾ ആരെന്തു പറയുന്നിതന്യോന്യം ഇങ്ങു വരുവിൻ ഭയപ്പെടായതുമേ. ഉംബർഗോൻ പൗത്രനും അമ്പോടതു കേട്ടു സമ്പാദി തന്നുടെ മുമ്പിലമ്മാറു ചെന്നമ്പോജലോചനൻ തൻ പാദപങ്കജം സംഭാവ്യ സമ്മോദം ഉൾക്കൊണ്ടു ചൊല്ലിനാൻ. സൂര്യകുലജാതനായ ദശരഥനാര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കരനേത്രനാം രാമൻ തിരുവഴി ലക്ഷ്മണനായ സഹോദരനും നിജലക്ഷ്മിയാം ജാനകിയോടും തപസ്വിനായി പൊക്കിതു കാനനം ദാതാജ്ഞയാപുരാം. കണ്ടുകൊണ്ടിടിനാൻ തൽക്കാലമെത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതേ ലക്ഷ്മണനും കമലേക്ഷണനും പിരിഞ്ഞ ക്ഷോണീപുത്രി മുറയിട്ടതു കേട്ടു തൽക്ഷണം ചെന്നു തടുത്തു യുദ്ധം ചെയ്താൻ. അക്ഷണാദാരജനോടു ജടായുവാം തൽക്ഷണം ചെന്നു തടുത്തു യുദ്ധം ചെയ്താൻ. അക്ഷണദാചരനോടു ജടായുവാം പക്ഷിപ്രവരൻ അതിനാൽ വലഞ്ഞോരു രക്ഷോവരൻ നിജ ചന്ദ്രഹാസം കൊണ്ടു പക്ഷവും വെട്ടി അറുത്താൻ. അതു നേരം പക്ഷീന്ദ്രനും പതിച്ചാൻ ധരണീതലേം. ഭർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കവേ സത്യം പറഞ്ഞൊഴിഞ്ഞെന്നുമേ നിന്നുടെ മൃത്യുവരായെന്നനുഗ്രഹിച്ചാൾ ധരാപുത്രിയും. തൽപ്രസാദേന പക്ഷീന്ദ്രനും രാമനെ കണ്ടു വൃത്താന്തമറിയിച്ചുതാ. രാമസായുജ്യം ലഭിച്ചിതു ഭാഗ്യവാൻ. ഹരേ രാമ. അർക്കകുലോത്ഭവനാകിയ രാമനും അർക്കജനോട് അഗ്നിസാക്ഷികമാം വണ്ണം സഖ്യവും ചെയ്തുടൻ കൊന്നിതു ബാലിയെ സുഗ്രീവനായിക്കൊണ്ടു രാജ്യവും നൽകിനാൻ. വാനരാധീശ്വരനായ സുഗ്രീവനും ജാനകിയെ തിരഞ്ഞാശു കണ്ടിടുവാൻ ദിക്കുകൾ നാലിലും പോകന്നയച്ചിതു ലക്ഷം കവിവരന്മാരെ ഓരോ ദിശയിൽ. ദക്ഷിണ ദിക്കിനു പോന്നിതു ഞങ്ങളും രക്ഷോവരനെയും കണ്ടതില്ലെങ്ങുമേ. 30 നാളിനകത്തു ചെന്നീടാകിലപ്പോൾ അവരെ വധിക്കും കപിവരൻ. പാതാളമുൾപ്പൊക്കുവാസരം പോയതുമേതും അറിഞ്ഞീല ഞങ്ങളതുകൊണ്ടു ദർഭ വിരിച്ചു കിടന്നു മരിപ്പതിന്നപ്പോൾ ഭവാനെയും കണ്ടുകിട്ടി ബലാൽ. ഏതാനുമുണ്ടറിഞ്ഞിട്ടു നീയെങ്കിലോ സീതാവിശേഷം പറഞ്ഞു തരണമേ. ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങൾ ഇങ്ങനെയുള്ളൂന്നു നീ അറിഞ്ഞിടടോ. താരേയ വാക്കുകൾ കേട്ടു സമ്പാദിയും ആരൂഢമോദം അവനോട് ചൊല്ലിനാൻ. ഇഷ്ടനാം ഭ്രാതാവെനിക്കു ജടായു ഞാൻ ഒട്ടുനാളുണ്ടവനോട് പിരിഞ്ഞതും. ഇന്നനേകായിരം വത്സരം കൂടി ഞാൻ എന്നുടെ സോദരൻ വാർത്ത കേട്ടിടിനേൻ. എന്നുടെ സോദരനായ ഉദകക്രിയക്കെന്നെ എടുത്തു ജലാന്തികെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യിപ്പിൻ ഉദക കർമാദികൾ. നിങ്ങൾക്ക് വാക്സഹായം ചെയ്വനാശു ഞാൻ. അപ്പോൾ അവനെ എടുത്തു കവികളും നബ്ദിതീരത്തു വെച്ചിടിനാൻ. ആദരാൽ തൽസലിയിലെ കുളിച്ചഞ്ജലിയും നൽകി വത്സനാം ഭ്രാതാവിനായിക്കൊണ്ടു സാദരം സ്വസ്ഥാനദേശത്തിരുത്തിനാർ. പിന്നെയും ഉത്തമന്മാരായ വാനര സഞ്ജയം സ്വസ്ഥനായി സമ്പാദി ജാനകി തന്നുടെ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിനാൻ. തുങ്കമായിടും ത്രികുടാചലോപരി ലങ്കാപുരിയുണ്ടു മധ്യേ സമുദ്രമായി. തത്ര മഹാശോകാനനെ ജാനകി നക്തഞ്ചരീ ജനമധ്യേ വസിക്കുന്നു. ദൂരമൊരു 100 യോജനയുണ്ടതു നേരെ നമുക്ക് കാണാം. ഹൃദനാകയാൽ സാമർഥ്യമാർക്കതു ലംഘിപ്പതിന്നവൻ ഭൂമി തനുജെ കൊണ്ടുവരും ധ്രുവം. സാമർഥ്യമാർക്കതു ലംഘിപ്പതിന്നവൻ ഭൂമി തനുജെ കണ്ടുവരും ധ്രുവം.
സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലേണമേതോരു ജാതിയും പക്ഷവുമില്ലമേ. യജ്ഞേന നിങ്ങൾ കടക്കണം ആശുപോയി രത്നാകരം. പിന്നെ വന്നു രഘൂത്തമൻ രാവണൻ തന്നെയും നിഗ്രഹിക്കും. ക്ഷണാലേപമിതിന്നു വഴിയെന്നു നിർണയം. രത്നാകരം ശതയോജന വിസ്തൃതം യജ്ഞേന ചാടിക്കടന്നു ലങ്കാപുരം. പുക്കു വൈദേഹിയെ കണ്ടു പറഞ്ഞുടൻ നിക്കര ചാടിക്കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്കനാമെന്നൊരുമിച്ചു നമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങിനാർ. സമ്പാദി തന്നുടെ പൂർവവൃത്താന്തങ്ങൾ അമ്പോടു വാനരന്മാരോട് ചൊല്ലിനാൻ. ഞാനും ജടായുവാം ഭ്രാതാവുമായി പുരാമാനേന ദർപ്പിതമാനസന്മാരുമായി വേഗബലങ്ങൾ പരീക്ഷിപ്പതിനതിവേഗം പറന്നിട്ടു മേൽപോട്ടു ഞങ്ങളും മാർത്താണ്ഡമണ്ഡല പര്യന്തമുൽപ്പതിച്ചാത്തരായി വന്നു ദിനകരരശ്മിയാൽ തൽക്ഷണേ തീയും പിടിച്ച് ഇതനുജനും ഭക്ഷപുടങ്ങളിൽ. അപ്പോൾ അവനെ ഞാൻ രക്ഷിപ്പതിനുടൻ പിന്നിലാക്കിയിടിനേൻ. പക്ഷം കരിഞ്ഞു ഞാൻ വീണിതു ഭൂമിയിൽ. പക്ഷദ്വയത്തോട് വീണാൻ അനുജനും പക്ഷികൾക്കാശ്രയം ഭക്ഷമല്ലോ നിജം. വിന്ധ്യാചലേന്ദ്ര ശിരസി വീണിടിനേൻ. അന്ധനായി 3 ദിനം കിടന്നിടിനേൻ. പ്രാണശേഷത്താൽ ഉണർന്നോരു നേരത്തു കാണായിതു ചിറകം കരിഞ്ഞിങ്ങനെ ദിക്ഭ്രമം പൂണ്ടു ദേശങ്ങൾ അറിയാഞ്ഞു വിഭ്രാന്തമാനസനായുഴന്നിങ്ങനെ ചെന്നേ നിശാകരതാപസൻ തന്നുടെ പുണ്യാശ്രമത്തിനു ഭാഗ്യോദയാൽ കണ്ടു മഹാമുനി ചൊല്ലിനാൻ എന്നോട് പണ്ടു കണ്ടുള്ളോരറിവ് നിമിത്തമായി എന്തു സമ്പാദേ വിരൂപനായി വന്നതിനെന്തു മൂലം ഇതാരാലകപ്പെട്ടതും എത്രയും ശക്തനായോരു നിനക്കിന്നു വ്യക്തമാവാനെന്തു പക്ഷം പറക നീ എന്നതു കേട്ടു ഞാൻ എന്നുടെ വൃത്താന്തമൊന്നൊഴിയാതെ മുനിയോടു ചൊല്ലിനാൻ. പിന്നെയും കൂപ്പിത്തൊഴുതു ചോദിച്ചിതു സന്നമായി വന്നു ചിറകും ദയാനിധേ. ജീവനത്തെ ധരിക്കേണ്ടും ഉപായമെന്നേവം എന്നോടു ചൊല്ലിത്തരേണമേ എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി. പിന്നെ ദയാവശനായി അരുളി ചെയ്തു സത്യമായുള്ളത് ചൊല്ലുന്നതുണ്ടു ഞാൻ. കൃത്യം നിനക്കൊത്തവണ്ണം കുരുഷ നീ. ദേഹം നിമിത്തമീ ദുഃഖമറിക നീ. ദേഹമോർക്കിൽ കർമ്മസംഭവം നിർണയം. ദേഹത്തിലുള്ളോരഹം ബുദ്ധി കൈക്കൊണ്ടു മോഹാദഹം കൃതി കർമ്മങ്ങൾ ചെയ്യുന്നു. മിഥ്യയായുള്ളോരവിദ്യാസം ഉത്ഭവ വസ്തുവായുള്ളോ അഹങ്കാരമോർക്ക നീ. ചിച്ഛായയോട് സംയുക്തമായി വാർത്തതേ തപ്തമായുള്ളോരയപ്പിൻറവൽ സദാ. തേന ദേഹത്തിനു താതാത്മ്യയോഗേന താനൊരു ചേതനവാനായി ഭവിക്കുന്നു. ദേഹോഹമെന്നുള്ള ബുദ്ധി ഉണ്ടായി വരും ആഹന്തനൂനമാത്മാവിനു മായയാ. ദേഹോഹമദ്യൈവ കർമ്മകർത്താഹം ഇത്യാഹന്തക സങ്കല്പ്യ സർവദാ ജീവനും കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ബന്ധനായി സമോഹമാർന്നു ജനന മരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു ഹംസപദങ്ങൾ മറന്നു ചമയുന്നു. മേൽപോട്ടുമാശു കീഴ്പോട്ടും ഭ്രമിച്ചതി താല്പര്യവാൻ പുണ്യപാപാത്മക സ്വയം. എത്രയും പുണ്യങ്ങൾ ചെയ്തേൻ വളരെ ഞാൻ വിത്താനുരൂപേണ യജ്ഞദാനാദികൾ. ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം സ്വർഗം ഗമിച്ചെന്നു കൽപ്പിച്ചിരിക്കവേ. മൃത്യു ഭവിച്ചു സുഖിച്ചു വാഴും വിധൗ ഉത്തമാംഗം കൊള്ള വീഴും അതോ ഭുവി പുണ്യമൊടുങ്ങിയാലിന്ദുതൻ മണ്ഡലേ
ചെന്നു പതിച്ചു നീകാരസമേതനായി ഭൂമോ പതിച്ചു ശാല്യാദികളായി ഭവിച്ചാമോദം ഉൾക്കൊണ്ടു വാഴും ചിരതരം. പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കുമ്പലാൽ എന്നതിൽ ഒന്നു രേതസ്സായി ചമഞ്ഞതു ചെന്നു സീമന്തിനി യോനിയിലായി വരും. യോനി രക്തത്തോടു സംയുക്തമായി വന്നു താനേ ജരയും പരിവേഷ്ടിതമവും ഏകദിനേന കലർന്നു കലലമാം ഏകീഭവിച്ചാൽ അതും പിന്നെ മെല്ലവേ പഞ്ചരാത്രം കൊണ്ടു ബുദ്ബുദാകാരമാം പഞ്ചദിനം കൊണ്ടു പിന്നേതാക്രമം മാംസപേശിത്വം ഭവിക്കും. അതിനതു സാർത്ഥകകാലേന പിന്നെയും മെല്ലവേ പേശിരുതിരപരിഫ്ലൂതമായി വരുമാശു തസ്യാമങ്കുരോൽപത്തിയും വരും. പിന്നെ ഒരു പഞ്ചവിംശതി രാത്രിയാൽ പിന്നെ ഒരു 3 മാസേന സന്ധികൾ അംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടുവങ്കുലീജാലവും 4 മാസത്തിനാൽ ദന്തങ്ങളും നഖഭംഗിയും ഗുഹ്യവും സന്ധിക്കും നാസികാകർണനേത്രങ്ങളും പഞ്ചമാംസം കൊണ്ടു 6 പുനഃ കിഞ്ചന പോലും പിഴയാതെ ദേഹിനാം കർണയോ ഛിദ്രം ഭവിക്കും അതിസ്ഫുടം. പിന്നെ മെട്രോപസ്ഥ നാഭിവായുക്കളും 7 മാസി ഭവിക്കും പുനരുടൻ ഗുപ്തമായോരു ശിരകേശരോമങ്ങൾ 8 മാസി ഭവിക്കും പുനരവിപുഷ്ടമായിടും ജഡരസ്ഥലാന്തരെ 9 മാസേ വളരും ദിനം പ്രതി കമ്പം കരചരണാദികൾക്കും വരും. 5 മാസി ചൈതന്യവാനായി വരും അന്യസാ ജീവൻ ക്രമേണ ദിനേ ദിനേ നാഭിസൂത്രാൽ പരന്ത്രേണ മാതാവിനാൽ സാവേശമായ ഭൂക്താനരസത്തിനാൽ വർത്തതേ ഗർഭകമായ പിണ്ഡം മുഹോർമൃത്യുവരാ നിജകർമ്മബലത്തിനാൽ പൂർവജന്മങ്ങളും കർമ്മങ്ങളും നിജം സർവകാലം നിരൂപിച്ചു ദുഃഖിച്ചു ജാഡരവന്നി പ്രദപ്തനായി തൽക്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങിനാൻ. 100,000 യോനികളിൽ ജനിച്ചത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനകം. പുത്രധാരാർത്ഥ ബന്ധുക്കൾ സംബന്ധവും എത്ര 100,000 കോടി കഴിഞ്ഞിതു. നിത്യകുടുംബ ഭരണൈക ശക്തനായി വിത്തം അന്യായമായി അർജിച്ചിതന്വകം വിഷ്ണു സ്മരണവും ചെയ്തുകൊണ്ടീല ഞാൻ. കൃഷ്ണ കൃഷ്ണേതി ജപിച്ചീലൊരിക്കലും തൽഫലമെല്ലാം അനുഭവിച്ചിടുന്നതിപ്പോൾ ഇവിടെ കിടന്നു ഞാനിങ്ങനെ ഗർഭപാത്രത്തിൽ നിന്നെന്നു ബാഹ്യസ്ഥലേക്കൽപ്പോടെനിക്കു പുറപ്പെട്ടുകൊള്ളാവൂ. ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ, സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേ ഉള്ളൂ. നാരായണ സ്വാമി തന്നെ ഒഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാനെന്നുമേ ഇത്യാദി ചിന്തിച്ചു ജീവനും ഭക്ത്യാ ഭഗവൽ സ്തുതി തുടങ്ങിടിനാൻ. 10 മാസം തികയും വിധോ ഭൂതലേ ചിത്തതാപേന പിറക്കും വിധിവശാൽ സൂതിവാദത്തിൻ ബലത്തിനാൽ ജീവനും ജാതനാം യോനിയന്ത്രേണ പീഡാനിതം പാല്യമാനോപി മാതാപിതാക്കന്മാരാൽ ബാല്യാദി ദുഃഖങ്ങൾ എന്തു ചൊല്ലാവതും. യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവും ഓർത്തോളമേതും പൊരാസഹേ. നിന്നാൽ അനുഭൂതമായുള്ളതെന്തിനു വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃഥാ. ബലാൽ ദേഹോഹമെന്നുള്ള ഭാവനയാ മഹാമോഹേന സൗഖ്യ ദുഃഖങ്ങളുണ്ടാകുന്നു. ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തുവർഗോത്ഭവനാശവും ദേഹമൂലം സഖേ. സ്ഥൂല സൂക്ഷ്മാത്മക ദേഹദ്വയാൽ പരം മേലേ ഇരിപ്പതാത്മാ പരൻ കേവലൻ. ദേഹാദികളിൽ മമത്വമുപേക്ഷിച്ചു മോഹമകന്നാത്മജ്ഞാനിയായി വാഴ്ക നീ.
ശുദ്ധം സദാ ശാന്തമാത്മാനമവ്യയം ബുദ്ധം പരബ്രഹ്മമാനന്ദമദ്വയം സത്യം സനാതനം നിത്യം നിരുപമം തത്വമേകം പരം നിർഗുണം നിഷ്കളം സച്ചിന്മയം സകലാത്മകമീശ്വരമച്യുതം സർവജഗന്മയം ശാശ്വതം മായാവി നിർമുക്തമെന്നറിയും നേരം മായാവിമോഹമകലുമെല്ലാവനും പ്രാരബ്ധ കർമ്മവേഗാനുരൂപം ഭുവി പാരമാധ്യാത്മാനവാഴ്ക നീ സഖേ പ്രാരബ്ധ കർമ്മവേഗാനുരൂപം ഭുവി ആധ്യാത്മനാ വാഴുക നീ സഖേ. മറ്റൊരു ഉപദേശവും പറയാം തവ ചെറ്റു ദുഃഖം മനക്കാമ്പിലുണ്ടാകല. ത്രേതായുഗേ വന്നു നാരായണൻ ഭുവി ജാതനായിടും ദശരഥപുത്രനായി നക്തഞ്ചരേന്ദ്രനെ നിഗ്രഹിച്ച അൻപോടു ഭക്തജനത്തിനു മുക്തി വരുത്തുവാൻ ദണ്ഡകാരണ്യത്തിൽ വാഴും വിധവും ബലാൽ ചണ്ടനായുള്ള ദശാസനാം രാവണൻ പുണ്ടരീകോത്ഭൂതയാകിയ സീതയെ പണ്ഡിതന്മാരായ രാമസൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്തു വന്നു തന്നാപത്തിനായി കട്ടുകൊണ്ടുപോം മായയാം ലങ്കയിൽ കൊണ്ടുവച്ചിടും ദശാന്തരെ പങ്കജലോചനയെ തിരഞ്ഞിടുവാൻ മർക്കടരാജനിയോഗാൽ കപികുലം ദക്ഷിണവാരിധി തീരദേശേ വരും. തത്ര സമാഗമം നിന്നോട് വാനരർക്കെത്തുമൊരു നിമിത്തേന നിസ്സംശയം. എന്നാൽ അവരോട് ചൊല്ലിക്കൊടുക്ക നീ തന്വങ്കി വാഴുന്ന ദേശം ദയാവശാൽ. അപ്പോൾ നിനക്കു പക്ഷങ്ങൾ നവങ്ങളായി ഉത്ഭവിച്ചിടുമതിനില്ല സംശയം. എന്നെ പറഞ്ഞു ബോധിപ്പിച്ചിതിങ്ങനെ മുന്നം നിശാകരനായ മഹാമുനി വന്നതു കാൺമിൻ ചിറകുകൾ പുത്തനായെന്നേ വിചിത്രമേ നന്നെത്രയും. ഉത്തമതാപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ. ശ്രീരാമദേവകഥാമൃതമാഹാത്മ്യം ആരാലുമോർത്താൽ അറിയാവതല്ലയോ. ശ്രീരാമദേവ കഥാമൃതമാഹാത്മ്യമാരാലും ഓർത്താൽ അറിയാവതല്ലേതും. രാമനാമാമൃതത്തിനു സമാനമായി മാമകേ മാനസേ മറ്റു തോന്നീലഹോം. നല്ലതു മേന്മേൽ വരേണമേ നിങ്ങൾക്കു കല്യാണഗാത്രിയെ കണ്ടുകിട്ടേണമേ. നന്നായ അതിപ്രയത്നം ചെയ്കിലർവർണ്ണമിന്നു തന്നെ കടക്കായി വരും നിർണയം. ശ്രീരാമനാമസ്മൃതി കൊണ്ടു സംസാരവാരാനിധിയെ കടക്കുന്നിതേവരും. രാമഭാര്യാലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരാം നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാൻ ഏതും ഒരാകുലമുണ്ടാകയില്ലോരു ജാതിയും എന്നു പറഞ്ഞു പറന്നു മറഞ്ഞിതത്യുന്നതനായ സമ്പാദി വിഹായ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. കവികളുടെ സമുദ്രലംഘന ചിന്ത. പിന്നെ കവിവരന്മാർ കൗതുകത്തോടും അന്യോന്യമാശു പറഞ്ഞു തുടങ്ങിനാർ. ഉഗ്രം മഹാനക്ര ചക്രഭയങ്കരമഗ്രേ സമുദ്രമാലോക്യ കവികുലം. എങ്ങനെ നാം ഇതിനെ കടക്കുന്നവാറെങ്ങും മറുകരകാന്മാനുമില്ലല്ലോ. ആവതല്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ചാവതിനന്തവകാശം കവികളെ. ശക്രതനയ തനുജനാമംഗതൻ മർക്കടനായകന്മാരോടു ചൊല്ലിനാൻ. എത്രയും വേഗബലമുള്ള ശൂരന്മാർ ശക്തിയും വിക്രമവും പാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കും. എന്നാൽ ഇവരിൽ വെച്ചിങ്ങു വന്നെന്നോടൊരുത്തൻ പറയണം. ഞാനിതിനാളെന്നവനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചു കൊള്ളുന്നതും ദൃഢം. സുഗ്രീവരാമ സൗമിത്രികൾക്കും ബഹുവ്യഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതും അവൻ.
അങ്കദനിങ്ങനെ ചൊന്നതു കേട്ടവർ തങ്ങളിൽ നോക്കിനാരേവരും ഒന്നും പറഞ്ഞിലൊരുത്തരും. അങ്കദൻ പിന്നെയും വാനരന്മാരോടു ചൊല്ലിനാൻ, ചിത്തേ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേകമുച്യതാമുദ്യോഗപൂർവകം. ചാടാമെനിക്കു ദശയോജന വഴി, ചാടാം 20 കവി. 30 ചാടാമെനിക്കെന്നവരനും, അപ്പടി 40 മറ്റേവനും. 50, 60, 70 80 ചാടാമെനിക്കെന്നൊരുവനും. 90 ചാടുവാൻ ദണ്ഡമില്ലേകനെന്നവമോ 100 യോജനയുണ്ടല്ലോ. ഇക്കണ്ട നമ്മിലാർക്കും കടക്കാവതല്ലിക്കടൽ മർക്കട വീരരെ നിർണയം. മുന്നം ത്രിവിക്രമൻ 3 ലോകങ്ങളും ചന്നനായി 3 അടിയായി അളക്കും വിധോ. യൗവനകാലേ പെരുമ്പറയും കൊട്ടി 7 വട്ടം വലത്തു വെച്ചിടിനേൻ. വാത്തഗ്രസ്തനായേനിതാനീം ലവണാബ്ദി കടപ്പാനുമില്ല വേഗം മമ. ഞാൻ 21 വട്ടം പ്രദക്ഷിണം ദാനവാരിക്കു ചെയ്തേൻ ദശമാത്രയാ. കാലസ്വരൂപനാമീശ്വരൻ തന്നുടെ ലീലകളോർത്തോളം അത്ഭുതമെത്രയും ഇത്തമാത്മജാത്മജൻ ചൊന്നതു കേട്ടതിനുത്തരം വൃത്രാരിപൗത്രനും ചൊല്ലിനാൻ, അങ്ങോട്ടു ചാടാമെനിക്കെന്നു നിർണയം. ഇങ്ങോട്ടു പോരുവാൻ ദണ്ഡമുണ്ടാകിലാം. സാമർഥ്യമില്ല മറ്റാർക്കുമെന്നാകിലും സാമർഥ്യമുണ്ടു ഭവാനിതിനെങ്കിലും. ഭൃത്യജനങ്ങൾ അയക്കയില്ലെന്നുമേ ഭൃത്യരിലേഖനുണ്ടാമെന്നതേ വരൂ. ആർക്കും ഇല്ല സാമർഥ്യമനശനം, ദീക്ഷിച്ചു തന്നെ മരിക്കനല്ലോ വയം. താരേയനേവം പറഞ്ഞോരനന്തരം സാരസ സംഭവനന്ദനൻ ചൊല്ലിനാൻ, എന്തു ജഗൽപ്രാണനന്ദനനിങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ കുണ്ടനായി തന്നെ ഇരുന്നു കളകയോ കണ്ടീല നിന്നെ ഒഴിഞ്ഞു മറ്റാരെയും. ദാക്ഷായണീ ഗർഭപാത്രസ്ഥനായോരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ. പിന്നെ വാദാത്മജനാകെയും ഉണ്ടവൻ തന്നോടു തുല്യൻ ബലവേഗമോർക്കിലോ. കേസരിയെ കൊന്നു താപം കളഞ്ഞോരു കേസരിയാകിന വാനരനാഥന് പുത്രനായ അഞ്ജന വെറ്റുളവായൊരു സത്വഗുണപ്രധാനൻ ഭവാൻ. കേവലം അഞ്ജനാഗർഭച്യുതനായ അവനിൽ അഞ്ജസാജാതനായി വീണ നേരം ഭവാൻ 500 യോജന മേൽപോട്ടു ചാടിയതും ഞാൻ അറിഞ്ഞിരിക്കുന്നതു മാനസേ. ചണ്ഡകിരണൻ ഉദിച്ചു പൊങ്ങുന്നേരം മണ്ഡലം തന്നെ തൊഴുതുടെ കണ്ടു നീ. പക്വമെന്നോർത്തു ഭക്ഷിപ്പാനടുക്കയാൽ ശക്കരനുടെ വജ്രമേറ്റു പതിച്ചതും ദുഃഖിച്ചു മാരുതൻ നിന്നെയും കൊണ്ടുപോയി. പൊക്കിതു പാതാളം അപ്പോൾ ത്രിമൂർത്തികൾ 30 മുക്കോടി വാനവർ തമ്മോടും ഉൽപ്പല സംഭവപുത്രവർഗത്തോടും പ്രത്യക്ഷമായി വന്നനുഗ്രഹിച്ചിടിനാർ. മൃത്യുവരാ ലോകനാശം വരുമ്പോഴും കൽപ്പാന്തകാലത്തുമില്ല മൃതിയെന്നു കൽപ്പിച്ചതിന്നിളക്കം വരാ നിർണയം. ആംനായ സാരാർത്ഥമൂർത്തികൾ ചൊല്ലിനാൻ, നാംനാ ഹനുമാനിവനെന്നു സാദരം. വജ്രം ഹനുവിങ്കലേറ്റു മുറുകയാൽ അച്ചരിത്രങ്ങൾ മറന്നിതോ മാനസേ. നിൻ കയ്യിലല്ലയോ തന്നതു രാഘവൻ അങ്കുലീയം, അതുമെന്തിനെന്നോർക്ക നീ. തൊൽബല വീര്യവേഗങ്ങൾ വർണ്ണിപ്പതിന്നി പ്രപഞ്ചത്തിങ്കലാർക്കുമാമല്ലടോ. ഇത്തം വിധിസുതൻ ചൊന്ന നേരം വായുപുത്രനുദ്ധായ സത്വരം പ്രീതനായി ബ്രഹ്മാണ്ടമാശു കുലുങ്ങുമാറൊന്നവൻ സമ്മതാൽ സിംഹനാഥൻ ചെയ്തരുളിനാൻ. വാമനമൂർത്തിയെ പോലെ വളർന്നവൻ ധരാകാരനായി നിന്നു ചൊല്ലിനാൻ, ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കിക്ഷണാൽ രാവണനെ കുലത്തോടും ഒടുക്കി ഞാൻ ദേവിയെയും കൊണ്ടു പോരുവനിപ്പോഴേ.
അല്ലായിരോ ദശകണ്ഠനെ ബന്ധിച്ചു മെല്ലവേ വാമകരത്തിലെടുത്തുടൻ കൂടത്രയത്തോടു ലങ്കാപുരത്തെയും കൂടെ വലത്തുകരത്തിലാക്കിക്കൊണ്ടു രാമാന്തികെ വെച്ചു കൈതൊഴുതിയിടുവൻ. രാമാങ്കുലീയമൻ കയ്യിലുണ്ടാകയാൽ മാരുതി വാക്കു കേട്ടോരു വിധിസുതനാരൂഢ കൗതുകം ചൊല്ലിനാൻ പിന്നെയും. ദേവിയെ കണ്ടു തിരിയെ വരിക നീ രാവണനോട് എതിർത്തിയിടുവാൻ. പിന്നെയാം നിഗ്രഹിച്ചിടും ദശാസ്യനെ രാഘവൻ വിക്രമം കാട്ടുവനന്നേരമാമല്ലോ. പുഷ്കരമാർഗേണ പോകും നിനക്കൊരു വിഘ്നം വരായിക കല്യാണം ഭവിക്കതേ. മാരുതദേവനുണ്ടരികേതവ ശ്രീരാമകാര്യാർത്ഥമായല്ലോ പോകുന്നു. ആശീർവചനവും ചെയ്തു കപികുലമാശു പോകെന്ന് വിധിച്ചോരനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളേറി നാഗാരിയെപ്പോലെ നിന്നു വിളങ്ങിനാൻ. ഇത്തം പറഞ്ഞറിയിച്ചോരു തത്തയും ബദ്ധമോദത്തോടിരുന്നിതക്കാലമേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. രാമം ലക്ഷ്മണപൂർവജം രഘുവരം സീതാപതിം സുന്ദരം കാകുൽസ്ഥം കരുണാർണവം ഗുണനിധിം വിപ്രപ്രിയം ധാർമ്മികം രാജേന്ദ്രം സത്യസന്ധം ദശരഥതനയം ശ്യാമളം ശാന്തമൂർത്തിം വന്ദേ ലോകാഭിരാമം രാഘവം രാവണാരീം. ശ്രീരാമ രാമ രഘുനന്ദന രാമ രാമ ശ്രീരാമ രാമ ഭരതാഗ്രജ രാമ രാമ ശ്രീരാമ രാമ രണകർക്കശ രാമ രാമ ശ്രീരാമ രാമ ശരണം ഭവ രാമ രാമ. ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. ശ്രീരാമ ജയം ശ്രീരാമ ജയം ശ്രീരാമ ജയം ശ്രീരാമ ജയം രാമ ജയം ശ്രീരാമ ജയം ശ്രീരാമ ജയം ശ്രീരാമ ജയം. ഇത് അധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ കിഷ്കിന്ധാകാണ്ഡം സമാപ്തം.